സംസ്ഥാന പദവി ആവശ്യപ്പെട്ടുള്ള ലഡാക്കിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് കൗൺസിലർക്കെതിരെ കേസെടുത്തു. സംഘർഷം തുടങ്ങിവെച്ചത് കോൺഗ്രസ് കൗൺസിലറാണെന്ന് ബി.ജെ.പി. ആരോപിച്ചിരുന്നു. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. അജീഷ്, ഈ പുതുതായി പുറത്തുവരുന്ന വിവരങ്ങൾ എങ്ങനെയാണ് അജീഷ് ജയകുമാർ? ഈ ലഡാക്കിലെ അപ്പർ കൗൺസിലറാണ് ഈ കോൺഗ്രസ് നേതാവായിട്ടുള്ള ഫുൻസ്റ്റോങ് സ്റ്റാൻസിംഗ് സപ്പാങ്. ഇദ്ദേഹത്തിനെതിരെയാണ് ഇപ്പോൾ കേസ് എടുത്തിട്ടുള്ളത്. ഇന്നലെ ഈ സംഘർഷം ഉണ്ടായ പശ്ചാത്തലത്തിൽ തന്നെ ബി.ജെ.പി. നേതാക്കൾ ഈ കോൺഗ്രസ് കൗൺസിലർ ഈ യുവാക്കളെ അക്രമത്തിലേക്ക് തള്ളിവിട്ടു എന്ന തരത്തിൽ വലിയ പ്രചാരണം നടത്തിയിരുന്നു. ചില ദൃശ്യങ്ങളും പുറത്തുവിട്ടിരുന്നു. CCTV ദൃശ്യങ്ങളിലല്ലാത്ത മൊബൈലിലെടുത്ത ദൃശ്യങ്ങളും പുറത്തുവിട്ടിരുന്നു. ഇയാൾ ആയുധവുമായി ഈ ആക്രമണം നടന്ന ഈ ബി.ജെ.പി. ഓഫീസിന്റെ മുന്നിലും ഒപ്പം തന്നെ ഹിൽ കൗൺസിലിനൊക്കെ അതിന് മുന്നിൽ പോകുന്ന ചില ദൃശ്യങ്ങളൊക്കെ ബി.ജെ.പി. IT സെല്ല് പുറത്തുവിട്ടിരുന്നു. ഈ സോനം വാങ്ചുക്കിനൊപ്പം ഇയാളും ഈ ആക്രമണത്തിൽ ആളുകളെ പ്രേരിപ്പിച്ചു എന്നാണ് ബി.ജെ.പി. ആരോപിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. നേരത്തെ തന്നെ ഈ ബി.ജെ.പി. ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവരുമായി ചർച്ച നടത്താൻ കേന്ദ്ര സർക്കാർ ഒരു ഉന്നതാധികാര സമിതിയെ നിയോഗിച്ചിരുന്നു. അതിന്റെ ആദ്യഘട്ട ചർച്ച ജൂലൈ 25-ന് തന്നെ നടന്നിരുന്നു. രണ്ടാം ഘട്ട ചർച്ച ഒക്ടോബർ 4-ന് നടത്താൻ തീരുമാനിച്ചിരുന്നു. ഇത് പക്ഷേ ഈ ലഡാക്ക് അപ്പെക്സ് ബോഡി ആവശ്യപ്പെട്ടതനുസരിച്ചിട്ട് അത് നീട്ടി സെപ്റ്റംബർ 25-ലേക്കും 26-ലേക്കും ഒരു ഡേറ്റ് തീരുമാനിച്ചതാണ്. പക്ഷേ ഈ ചർച്ചകളൊക്കെ ഒരു ഭാഗത്ത്, സമാധാനപരമായിട്ടുള്ള ചർച്ചകളൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ ഇത് അക്രമാസക്തമാക്കാൻ ചിലർ ഗൂഢാലോചന നടത്തി എന്നുള്ളൊരു ആരോപണമാണ് ബി.ജെ.പി. നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കോൺഗ്രസ് കൗൺസിലർ ഈ ആക്രമണത്തിന് പങ്കെടുത്തു എന്ന തലത്തിൽ ഒരു വീഡിയോ കൂടി പുറത്തുവിടുന്നത്. എന്തായാലും അവിടുത്തെ ജമ്മുകശ്മീർ മുൻ മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള അടക്കം ആരോപിക്കുന്നത് ബി.ജെ.പിയും കേന്ദ്ര സർക്കാരുമാണ് ഈ ആക്രമണത്തിന് വഴിവെച്ചത് എന്നാണ്. കാരണം ബി.ജെ.പിയും കേന്ദ്ര സർക്കാരും അവിടുത്തെ ഭരണകൂടവും ലഡാക്കിൽ ഒന്നും ചെയ്തില്ല. കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ ആവശ്യം ഉന്നയിച്ച് ഈ സംഘടനകൾ സമരം നടത്തുകയാണ്. സമാധാനപരമായിട്ടായിരുന്നു സമരം. പക്ഷെ അപ്പോഴൊന്നും ഈ തിരിഞ്ഞു നോക്കാത്ത ബി.ജെ.പി. സർക്കാർ ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഗൂഢാലോചനയാണ് ഈ അക്രമ സംഭവത്തിലേക്ക് നയിച്ചതെന്നൊരു ആരോപണമാണ് മെഹ്ബൂബ മുഫ്തിയും ഒപ്പം തന്നെ മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള അടക്കമുള്ളവർ ഉന്നയിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വരുന്ന വിവരമനുസരിച്ച് ഈ ഒരു കൗൺസിലർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് എന്നുള്ളത് ആണ്. എന്തായാലും ഈ അക്രമ സംഭവങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോഴും അവിടെ കർഫ്യൂ തുടരുകയാണ്, കർശന നിയന്ത്രണങ്ങൾ തുടരുകയാണ്. അവിടുത്തെ മറ്റു നേതാക്കൾക്കെതിരെ കേസെടുക്കുന്ന കാര്യത്തിലൊന്നും ഇതുവരെയ്ക്കും തീരുമാനമായിട്ടില്ല. എന്തായാലും അവിടെ ഈ സമരം നടത്തിയ പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ അടക്കം കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രസ്താവന അവസാനമായി ഇറങ്ങിയത്. തുടർ നടപടികൾ എന്തെന്നാണ് നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.